ബോളിവുഡ് എപ്പോഴും ഫോളോ ചെയ്യുന്ന കുറെ ടെംപ്ലേറ്റ് മൂവീസ് ഉണ്ട്. ഇപ്പോൾ റൊമാൻസിനാണെങ്കിൽ കരൺ ജോഹറിന്റെ മൂവീസിന്റെ ആ ഒരു ടെംപ്ലേറ്റ്, പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ബയോപിക്സിന്റെ ഒരു ടെംപ്ലേറ്റ്, അങ്ങനെയുള്ള ടെംപ്ലേറ്റ് പിന്നെയും പഴയ രീതിയിലുള്ള ഓൾഡ് സ്കൂൾ മേക്കിങ്ങും കൂടെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു സർസമീന് വന്നിരിക്കുന്നത്. പൃഥ്വിരാജ്, കാജോൾ, ഇബ്രാഹിം അലി ഖാൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. മൂവി ഓഫർ ചെയ്യുന്ന സ്റ്റോറി വളരെ പഴകിയ ഒരു സ്റ്റോറിയാണ്. ആർമി ഓഫീഷ്യലിലെ ബെസ്റ്റ് ആർമി ഓഫീസർ ആയിട്ടുള്ള വിജയ് മേനോന്റെ മകന് സ്റ്റാമറിംഗ് ആണ്. സോ ഈ ഒരു സ്റ്റാമറിംഗ് ഉള്ള ഈ ഒരു കഥാപാത്രം ഒരിക്കലും ആർമി ഓഫീസർ ആവാൻ പറ്റത്തില്ല എന്നുള്ളൊരു ധാരണയിലോട്ട് ഈ ഒരു പൃഥ്വിരാജിന്റെ ക്യാരക്ടർ എത്തുന്നു. സോ അങ്ങനെ അച്ഛനും മകനുമായിട്ടൊരു ബോണ്ടിങ് ഇല്ല. അപ്പൊ അങ്ങനെ പോകുന്ന സ്റ്റോറിയിൽ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു ആ ഒരു ട്രാക്കിൽ കൂടി എല്ലാം തന്നെ സിനിമ പോകുന്നുണ്ട്. വളരെ മെലോഡ്രാമാറ്റിക്, വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സിനിമയുടെ ഓഡിയൻസിന്റെ ക്ഷമ പരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന ഹൈലൈറ്റ്. ക്ലൈമാക്സിന്റെ സെറ്റിംഗ് ആണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത്. അവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് വരുന്നുണ്ടെങ്കിൽ പോലും അതുപോലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു സിനിമ നമ്മളെ മടുപ്പിച്ചിരിക്കുന്ന സമയമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നാൽ തന്നെ ഇനിയിപ്പോൾ അത് വന്നാൽ എന്താണ്, വന്നില്ലെങ്കിൽ എന്താണ് എന്നുള്ളൊരു ഫേസിലോട്ട് നമ്മളെത്തും. അതുകൊണ്ട് തന്നെ സിനിമ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ള മാത്രമല്ല, നമുക്ക് ആ ഒരു സിനിമയോടൊരു ഇമോഷണൽ കണക്ഷനോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ തോന്നുന്നില്ല. സോ അതാണ് ഈ ഒരു മൂവിയുടെ പ്രശ്നം. ഇതിപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്.